മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പോതമേടാണ് കേട്ടോ. പോതമേട് ഒറ്റമരത്ത് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ പോവാണ്. നമ്മളൊരു 20 പേരുണ്ട്. നമ്മുടെ കമ്പനിയിൽ നിന്ന് വന്നിരുന്ന സ്റ്റാഫാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിടിലൻ പൂളുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അവിടെ പോയി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ആലപ്പുഴയ്ക്ക് തിരിച്ച്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മൊത്തം കൊണ്ടുപോകും. ഇതേ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് 26 സീറ്റിൻ്റെ വണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് മേളിലേക്ക് നമ്മൾ കയറിപ്പോകും. നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ബിയോണ്ട് ഹെവൻ എന്ന് പറഞ്ഞൊരു കിടിലൻ പ്രോപ്പർട്ടികളാണ് കേട്ടോ. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഒരു കോട്ടേജ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് കോട്ടേജ് വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് പോകുന്നതാണ്. ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ലൊക്കേഷനാണ് അടിപൊളി. ശരിക്കും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പൂളുണ്ട്, ഹട്ടുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കോട്ടേജ് ഫുള്ള് ഇപ്പം ഞങ്ങളിത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം വളരെ ഭംഗിയായി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വേറെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ 10-20 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വന്നിരുന്ന് ചില്ല് ചെയ്യാം. ഈ ഒരു വൈകുന്നേരത്തെ കാഴ്ചകൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ കാണിച്ചു തരാൻ പറ്റും. ഉണ്ടോ, അവിടെ ഒരു പൂളുണ്ട്. ഉണ്ടോ, ഇതൊരു പൂളാണ്. ഈ പൂളിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച. പിന്നെ കോടമഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു കോട്ടേജ്. പിന്നെ ഹട്ടുകളാണ്, 4 ഹട്ടുകൾ വേറെയും ഉണ്ട്. ഹട്ടുകളൊന്നും കാണാം കേട്ടോ. ഈ ഒരു വില്ലേജ് കാണാം. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ മേളിലേക്ക് ഇങ്ങനെ പോകണം. ഇതുവഴിയാണ് വഴി വരുന്നത്. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ പുറത്തു വിടുന്നു. നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇത് മനോഹരമായ ലൈറ്റൊക്കെയാണ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഒരു കിച്ചൺ ഏരിയ വരുന്നുണ്ട്. ഒട്ടുമിക്ക ഫാമിലീസൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം പാത്രങ്ങളും എല്ലാം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ചെറിയ മിനി ഫ്രിഡ്ജ്. അത് മേളത്തെ ഇതിലും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ്. ഇപ്പോൾ ഇവിടെ അകത്ത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം കുറച്ച് ബിയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലൂടെ കാണാം. എല്ലാ റൂമിലും ടി വി ഉണ്ട്. പക്ഷേ ടി വി ഒന്നും കാണാനുള്ള സമയമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം എൻഗേജ്ഡ് ആയിരിക്കും. നമുക്ക് പിന്നെ ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിളുണ്ട്. ഇവിടെ ഒരു ടേബിളും ഒരു 2 ചെയറും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇവിടെ ഇരുന്നിങ്ങനെ ചില്ല് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചായ കൂടി ഇരുന്ന് കുടിക്കാം. പറഞ്ഞ പോലെ നേരത്തെ കണ്ട ബിയറൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന് കുടിക്കാം. ബാക്കിൽ മൊത്തം ഏലക്കാടാണ് കേട്ടോ. ഏലക്കാടാണ്. അതുമല്ല നല്ല ചീവീടിൻ്റെ ശബ്ദമാണ്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഉടമ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് വരുന്ന സ്ഥലമാണ്. നോർമലി താഴെ ഉണ്ടാകുന്ന ഒരു തണുപ്പിനെക്കാട്ടിലും ഇച്ചിരി കൂടുതലായിരിക്കും ഈ ഒരു തണുപ്പ്, ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് താഴത്തെ ഓരോ ഹട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കൊരു ബാത്റൂം ഒന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ ബാത്റൂം അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഡബ് ഉണ്ടാവും. അത്യാവശ്യം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കേട്ടൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ഔട്ട്സൈഡ് വ്യൂ, നമുക്ക് ബാൽക്കണിയുടെ അതേ വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ബാത്ടബൊക്കെ ഉണ്ട്.
നമുക്ക് ഇവിടെ വന്നവരടുത്തൊന്ന് ചെറിയൊരു അഭിപ്രായം ചോദിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ഈ പ്രോപ്പർട്ടി? എങ്ങനെയുണ്ട് മച്ചാനെ ഈ സ്ഥലം എങ്ങനെയുണ്ട്? കിട്ടില്ലാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നോക്കുന്ന ഒരു വ്യൂ അടിപൊളിയാണ്. വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ഈ ഒരു വ്യൂ കാണാം, അടിപൊളിയാണ്. കണ്ടില്ലേ, സൂപ്പറാണ് കണ്ട. എല്ലാരും എൻജോയ് ചെയ്യുന്നു, എല്ലാരും എൻജോയ് ചെയ്യുന്നു. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞ്. ഈ ഒരു കോടമഞ്ഞ് കാരണം നല്ലൊരു ചില്ലിങ് മൂടാ കണ്ട. കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും തണുപ്പില്ല എങ്കിൽ ഇവിടെ തണുപ്പുണ്ടാവും അത്യാവശ്യം. സൂപ്പറാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു 8:10 സമയത്ത് അവർ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഈ ഫുഡൊക്കെ ഇല്ലേ, നമുക്ക് ഈ ഫുഡൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണോ? സ്വന്തം ചെയ്യുന്നതാണല്ലേ. അപ്പം എവിടെയാണ് ഇത് സംഭവം? താഴത്താണോ ചെയ്യുന്നത്? അത് ഇവിടെ തന്നെയാണോ കിച്ചൺ? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല ഹോംലി ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പേരെങ്ങനെയാ? മാത്യു എന്നാണല്ലേ, മാനേജറാണല്ലേ. അപ്പോൾ മാനേജറുടെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വിളിക്കുന്ന കോളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തോണം കേട്ടോ. ഓക്കെ ശരി. നമ്മുടെ ഓർഡർ പ്രകാരം ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യാഡ് എന്ന് പറയുന്നില്ല, ഇടുക്കിക്കാരുടെ പ്രധാന വിഭവം നമ്മൾ കപ്പയും എല്ലും അല്ലേ, ഏഷ്യാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കപ്പ, പിന്നെ തുറന്നേ, വാവ് അടിപൊളി. ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് അടിച്ചിട്ട് ചിക്കൻ കറി വിത്ത് അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ കറിയാണ് ചിക്കൻ കറി. അങ്ങനെ 3 ഐറ്റമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്ലേറ്റും വന്നിട്ടുണ്ട്, നമുക്കിനി കഴിക്കാം. ഇപ്പോൾ രാത്രി 10 മണിയായിട്ടോ. 10 മണിയായപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കോടയും ക്ലൈമറ്റ് നമുക്ക് പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മെയ് മാസം 3-ാം തീയതിത്തെ ക്ലൈമറ്റാണ് ഈ കാണിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡിസംബർ മാസത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും ആലോചിച്ച് അല്ലേ. നമ്മളത് മൊത്തം കോട പിടിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു തുറന്നോ ഇവിടുത്തെ കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ്. ഇനി സൺറൈസ് കാണാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ. നമ്മളെ താമസിച്ച സ്ഥലത്ത് നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അവിടെ നേരെ ഇങ്ങോട്ട് ഈ ഒരു വഴി ജസ്റ്റ് നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ നേരെ തന്നെ നടന്നു വരുമ്പോൾ ഇവിടെ പിന്നെ തേയിലത്തോട്ടങ്ങളാണ് മൊത്തം. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നമുക്കിതേ മൂന്നാർ റൂട്ട് കാണാം. അവിടെ അങ്ങ് കാണുന്നത് മൂന്നാർ റൂട്ടാണ്. എന്താ ഇത് മൂന്നാർ എറണാകുളം റൂട്ട്, അടിമാലി റൂട്ടാണ് ആ കാണുന്നത്. അതിങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അത്രയും തൊട്ടടുത്താണ്. പക്ഷെ നമുക്ക് കറങ്ങി വരണമെങ്കിൽ ഒരു 13-12 കിലോമീറ്റർ നമുക്ക് വരേണ്ടി വരും. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വന്നിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, ഇത് സാമ്പാറുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ അവർ തരും. ഇത് കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ ഈ ഒരു സ്ഥലത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ്. അവിടെ പൂവ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ ഹട്ടിനകത്തായിരിക്കുന്നത്. ഈ ഹട്ടിനകത്തിരുന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കിടിലൻ ലൊക്കേഷനാണ്. വൈകുന്നേരം നല്ല തണുപ്പാണ്. നല്ല ചൂടുള്ള സമയത്ത്, നമുക്ക് താഴത്ത് നല്ല ചൂടുള്ള സമയത്തും ഇവിടെ നല്ല തണുപ്പ് കിട്ടുന്നൊരു സമയമാണ്. അപ്പം ഈ ഒരു ലൊക്കേഷന് നിങ്ങൾക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. അടിപൊളിയാണ് ലൊക്കേഷൻ, ഒരു രക്ഷയില്ല, നല്ല സർവീസാണ്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചോ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുന്നു. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോകാൻ പോകണം. അടിപൊളി ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. നല്ല സർവീസാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ലൊരു
അറ്റ്മോസ്ഫിയറാണ്, നല്ല ക്ലൈമറ്റാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് വരുന്ന സമയത്ത് ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം ഒരു 12 മണി സമയമായി. 12 മണിയായപ്പോഴത്തേക്കും ചെറിയ ചൂട് വെച്ചുകൊണ്ട്, പക്ഷേ വൈകുന്നേരം ഒരു 6 മണി 5 മണി ആകുമ്പോഴത്തേക്കും നല്ല ക്ലൈമറ്റാണ്. അത് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ജീപ്പ് വന്നു. നമ്മുടെ ട്രാവലർ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ബൈക്ക്, കാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരും. ട്രാവലറൊക്കെ തൊട്ട് താഴത്താണ് പാർക്ക് ചെയ്യുന്നത്. ഒരു 150 മീറ്റർ താഴെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജീപ്പ് വന്നവർ പിക്ക് ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണ് ഒരു കിടിലൻ ലൊക്കേഷനുള്ള ഈ ഒരു പ്രോപ്പർട്ടി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ വന്ന് താമസിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ.